കേരളത്തിൽ തൊഴിലെടുക്കുന്നവർക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജയിൽ പുള്ളികളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടിയ വേതനം, നല്ല ഭക്ഷണം, അവർക്കുള്ള വ്യായാമം, എല്ലാ സെറ്റപ്പുകളും നിറങ്ങിയ ഒരു ജയില്, ആളുകളെ ജയിലിലേക്ക് പോകാൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം കേട്ടത്. ഒരു കൊൽക്കുറ്റ ഏറ്റെടുക്കുക, 5-10 ലക്ഷം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് കിട്ടും, പുറത്ത് ഇറങ്ങണ്ട, ജയിലിൽ പോവാം, നല്ല ഭക്ഷണം, നല്ല താമസം, സ്കില്ലായിട്ടുള്ള ആളുകളാണെങ്കിൽ ശമ്പളം കിട്ടും, അത് കഴിഞ്ഞ ശേഷം പരോളിൽ ഇറങ്ങാം, ജാമ്യത്തിൽ ഇറങ്ങാം, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ കൊടുക്കുന്നത്. പക്ഷേ ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ, ഒരുപാട് എഞ്ചിനീയേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് നഴ്സുമാരൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഇതിൽ ആർക്കെങ്കിലും മിനിമം വേതനം കൊടുക്കണം എന്നുള്ളൊരു നിയമം നമ്മളെ ഏതെങ്കിലും സർക്കാർ വരുത്തിയിട്ടുണ്ടോ? മുമ്പ് ഭരിച്ചതായിക്കോട്ടെ, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ, ഇനി വരാൻ പോണതായിക്കോട്ടെ, മിനിമം ശമ്പളം, ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് മിനിമം ശമ്പളം ഇവിടെ ജോലി ചെയ്യുമ്പോൾ കൊടുക്കണം എന്നുള്ളത് ഏതെങ്കിലും ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനടക്കമുള്ള പല ആളുകളും പ്രവാസ ലോകത്തേക്ക് വരാനുള്ള ഒരൊറ്റ കാരണം നമ്മളുടെ സ്കില്ലിനനുസരിച്ചുള്ള സാലറി നമുക്ക് നാട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്, നമുക്ക് അതിനനുസരിച്ചുള്ള ജോലി സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് ജയിൽ പുള്ളികൾക്ക് ഇത്തരം വലിയൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക? ഞാൻ ഇടതുപക്ഷക്കാരനാണ്, അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇത് നമ്മളുടെ എല്ലാവരും ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആള്, സിവിൽ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ 7,000-8,000 ഇപ്പോഴും സൈറ്റിൽ വർക്ക് ചെയ്യാണ്. 200-300 രൂപക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കൂലിപ്പണിക്കാർക്ക് 1000 രൂപ കിട്ടുന്നുണ്ട്, ബംഗാളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഞാൻ പറയാണ്, എങ്ങനെയാണ് ഒരു അടിസ്ഥാന വേതനം ഒരു ഡിഗ്രി ഉള്ള ആൾക്കോ അല്ലെങ്കിൽ കൂടുതൽ സ്കില്ലായിട്ടുള്ള ഒരാൾക്കോ പോലും കൊടുക്കാത്ത എന്ത് പരിഗണനയാണ് കുറ്റവാളികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? അവർ കുറ്റവാളികളാണ്, അവർ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവർക്ക് മാത്രം എന്ത് പരിഗണനയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അപ്ഡേഷനാണ് വന്നത്. അതിൽ പല ന്യായീകരണങ്ങളുണ്ടാവും. ലക്ഷക്കണക്കിൽ കുറ്റവാളികൾക്ക് 3000 ആളുകൾക്ക് കിട്ടുന്നുള്ളത് ഉണ്ടാവും. അതിൽ പല പാർട്ടിക്കാരിലുള്ള ആളുകളായിരിക്കും, പ്രീമിയം ആളുകളായിരിക്കും. എങ്കിലും അവർ കുറ്റവാളികളാണ്, കുറ്റം ചെയ്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള പ്രിവിലേജും കൊടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ട് എന്നുള്ളത് അവരുടെ കഷ്ടപ്പാടുകൊണ്ടാണ്. നമ്മൾ അഭിമാനപൂർവ്വം പറയും മലയാളികൾ എല്ലായിടത്തും എത്തുന്നുള്ളത്. മലയാളികൾ ഇവിടം വിട്ട്, അല്ലെങ്കിൽ പല ആളുകളും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വിട്ട് യൂറോപ്പ് രാജ്യങ്ങളിൽ സെറ്റിൽ ആവുന്നതും, പലരും വിദേശത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ തിരിഞ്ഞ് നോക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് വരുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. ആ സാഹചര്യം നിലനിൽക്കുകയാണ് കുറ്റവാളികൾക്കുള്ള ഈ പൈസ കൂട്ടിയത്. ഇതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. എനിക്കിതിന് യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് അറിയിക്കാം.